ജ്യോതിപകം ജീവദായകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നെസ് TV ഒരുക്കുന്ന ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 37-ാം തിരുവചനം ഇപ്രകാരം പങ്കുവയ്ക്കും: എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. ഈശോയെ, ശ്രവിക്കാൻ പോകുന്ന ഈ വചനങ്ങളിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. ഹൃദയവും ആത്മാവും മനസ്സും ശരീരവും ഈശോയെ നിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാൻ, മനനം ചെയ്യാൻ, ഈശോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നൽകണേ എന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, വിശുദ്ധ ഔസേപിതാവിൻ്റെ കാവൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേക മധ്യസ്ഥരുടെ മാധ്യസ്ഥം, അതുപോലെ കാവൽ മാലാഖമാരുടെ സാന്നിധ്യം ഈശോയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആമേൻ. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2024 ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ തിരുനാളിനായിട്ട് ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അച്ഛൻ്റെ മനസ്സിൽ വന്ന ഒരു കൊച്ചു ചിന്ത അതിതായിരുന്നു: ലോകത്തിൻ്റെ സ്വരം കേട്ടുണരാതെ ദൈവത്തിൻ്റെ സ്വരം കേട്ടുണരുന്ന വ്യക്തിയായിട്ട് മാറുക. ഇത് ആവർത്തിച്ച് മനസ്സിലിങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങുന്ന സന്ദർഭത്തിൽ വന്ന ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതെങ്ങനെ എനിക്കെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിച്ചതോടൊപ്പം എങ്ങനെ അത് മറ്റുള്ളവർക്ക് കൂടി നൽകാമെന്നുള്ള ഓർമ്മ കൂടി കടന്നു വരികയായിരുന്നു. അപ്പോൾ ഇരുന്ന് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്നെങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഉപയോഗിക്കുന്നത് വാട്സപ്പാണ്. അപ്പോൾ അതിലൂടെ എങ്ങനെ അച്ഛന് ലഭിച്ചിരിക്കുന്ന ബോധ്യം ഒന്ന് പങ്കുവെക്കാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ പരിണിതഫലമായിട്ട് ഇങ്ങനെയാണ്: ഓരോ ദിവസവും പ്രഭാതത്തിൽ രാവിലെ 5:30-നും 6-നും ഇടയിൽ ഒരു ചെറിയ വചനം, അതും അതിൻ്റെ ഒരു പ്രാർത്ഥനയും ഒരു സ്തുതിയും ചേർത്ത് 1/2 മിനിറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു തോന്നലാണ് പിന്നീട് വന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 9.5 മാസത്തോളം ഈ വചന ശുശ്രൂഷ ഇങ്ങനെ നൽകി. എല്ലാ പ്രഭാതത്തിലും അതിൻ്റെ പിന്നിലുള്ള ആഗ്രഹം ഇതായിരുന്നു: ലോകസ്വരം കേട്ട് ഉണരാതെ ദൈവസ്വരം കേട്ട് ഉണരുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപക്ഷെ മനഃശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ചിന്ത, സംസാരം, കാഴ്ച, കേൾവി, 4 കാര്യങ്ങൾ അത് നമ്മുടെ ഉറക്കത്തെ മുഴുവൻ സ്വാധീനിക്കും. ഇതുപോലെ തന്നെ പ്രഭാതത്തിലുള്ള ആദ്യ ചിന്ത, ആദ്യ സംഭാഷണം, ആദ്യ കാഴ്ച, ആദ്യ കേൾവി, ഈ 4 കാര്യങ്ങൾ ആ ദിവസത്തെ മുഴുവൻ സ്വാധീനിക്കും. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അന്നത്തെ മുഴുവൻ കാര്യങ്ങളും സ്വാധീനിക്കുന്നത് ദൈവവചനമാകട്ടെ എന്നൊരു ചിന്തയായിരുന്നു പിന്നിലുള്ളത്. അതുകൊണ്ട് ലോകസ്വരം കേട്ടുകൊണ്ടിരുമ്പം ലോക ചിന്തകളിലേക്കാണ് ആ ദിവസം മുഴുവൻ വ്യാപരിച്ചു പോവുക. അപ്പോൾ ദൈവചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് മാറി ചിന്തിക്കാനായിട്ടിടയായി. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇങ്ങനെ വചനം എല്ലാ ദിവസവും 1/2 മിനിറ്റുള്ളൂ, 30 സെക്കൻഡ് മാത്രം അങ്ങനെ അയക്കുകയുണ്ടായി. അതിൻ്റെ അവസാനത്തിൽ 9.5 മാസത്തോളം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് അത് നിർത്തേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഒത്തിരി പേര് മെസ്സേജസ് അയച്ചു: എന്തുകൊണ്ട് നിർത്തി അച്ഛാ, ഇത് നിർത്തരുതായിരുന്നു, ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഉത്തേജനം, പലതരത്തിലുള്ള വളർത്തൽ അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ അതിലേതാനും ചില കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഒരു യുവാവ് പങ്കുവച്ചതാണ്: അച്ഛാ, ഈ വചനങ്ങൾ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്പർശിച്ചു, ഇത് മനഃപ്പാഠമാക്കാനായിട്ട് സാധിച്ചു, എൻ്റെ ജീവിതത്തിൽ അത് ചലനമുണ്ടാക്കി. കാരണം വചനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനായിട്ട് എന്നും അതുകൊണ്ട് ഇടയാക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി പങ്കുവെച്ചത് ഓർക്കുകയാണ്. അവളിത് 285 ദിവസങ്ങളാണ് അച്ഛത് പങ്കുവെച്ചത്, ഏകദേശം 9.5 മാസം. അപ്പോൾ ഇത്രയും വചനങ്ങൾ അവളത് ബുക്കിൽ എഴുതി വെച്ചിരുന്നു. മാത്രമല്ല അത് കാണാതെ പഠിക്കാനായിട്ടിടയായി. അതിനുശേഷം ഈ 285 വചനങ്ങൾ അവൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് എനിക്ക് അച്ഛന് തിരിച്ചയക്കുകയും ചെയ്തു.
ഏകദേശം 30ഓളം മിനിറ്റ് എടുത്ത് കാണാതെ പഠിച്ച് പങ്കുവച്ച ഈ വചനങ്ങൾ. അതുപോലെ മറ്റൊരു മനുഷ്യൻ പങ്കുവച്ചതാണ്, അച്ഛാ പാപത്തിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് ഈ വചന ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി എനിക്ക് ഇടയാക്കി എന്നുള്ളത് പങ്കുവച്ചു. ഒരു സ്ത്രീ പങ്കുവച്ചത് ഓർക്കുകയാണ്, വീട്ടിൽ പലയിടങ്ങളിലായിട്ട് ഈ വചനങ്ങൾ കേട്ട 3 വാക്കുകൾ ഉൾക്കൊള്ളുന്ന കുഞ്ഞു വചനങ്ങളാണ്. അപ്പോൾ ഈ വചനങ്ങൾ ചെറിയ തുണ്ടുകടലാസിൽ എഴുതി വീടിൻ്റെ പല ഭാഗങ്ങൾ ഒട്ടിച്ച് വെക്കാനായിട്ടിടയായി. അതുമൂലം അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം ഈ വചനങ്ങൾ വായിക്കാനായിട്ട് ഇടയാക്കി. അതുകൊണ്ട് വചനം എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നത് വചനമായിരുന്നു എന്നുള്ളത് ഒരു സ്ത്രീ പങ്കുവെച്ച് തുറക്കുകയാണ്. മറ്റൊരു സ്ത്രീ പങ്കുവെച്ചത് ഇതാണ്, ഈ വചനം സംസാരിക്കുന്നതിനിടയിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ടിടയാവുന്നു. ലോക സംഭാഷണങ്ങൾ പലതിലും ഏർപ്പെടുമ്പോൾ പോലും അതിൻ്റെ ഇടയിൽ ഈ വചനം, രാവിലെ കേട്ട വചനം ഉൾച്ചേർത്ത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയൊന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വചനം പങ്കുവയ്ക്കാനായിട്ട് പറ്റുന്നു. മറ്റൊരു തരത്തിലും വചനം പങ്കുവയ്ക്കില്ല. ഇങ്ങനെ ഇത് മനസ്സിലിങ്ങനെ തിളച്ച് നിൽക്കുന്നത് കൊണ്ട് അത് പങ്കുവയ്ക്കാനായിട്ട് കടന്നു വരുന്നു എന്നുള്ളത് പങ്കുവെച്ച് ഓർക്കുകയാണ്. മറ്റൊരു മനുഷ്യൻ പങ്കുവെച്ചതാണ്, ഈ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറിയ തുണ്ടുകടലാസ് എഴുതി പോക്കറ്റിലിടുമായിരുന്നു. പോക്കറ്റിലിട്ട് ഓരോ ദിവസവും ബിസിനസ്സിനായിട്ട് പോകുമ്പോൾ ഈ വചനം, അന്ന് കേട്ട വചനം എഴുതി ഒരു തുണ്ടുകടലാസിൽ എഴുതി പോക്കറ്റിലിട്ട് കൊണ്ടുപോകുമായിരുന്നു എന്ന് അദ്ദേഹം പങ്കുവെച്ച് തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചു എന്നുള്ളത്. ആദ്യം പറഞ്ഞ ആ യുവാവ് അവനും പറഞ്ഞു വെച്ചത് ഇതാണ്, വചനം ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛന് നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഇതാണ്, ഈ വചനവുമായിട്ടുള്ള ബന്ധം, അഭേദ്യമായൊരു ബന്ധം സൂക്ഷിച്ചാൽ വചനം ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്രയും വ്യക്തികൾ ഒരുപാട് സന്ദേശങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സന്ദേശങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഈ നിമിഷം ഇടയായത്. അപ്പോൾ വചനം ചലനം സൃഷ്ടിക്കും. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ലോകസ്വരം കേട്ടുണരാതെ ദൈവസ്വരം കേട്ടുണരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വചനം ആ ദിവസം മുഴുവൻ ചലനം സൃഷ്ടിക്കും എന്നുള്ളത്, ജീവിതത്തിൽ വ്യതിയാനം വരുത്താൻ വേണ്ടി പോലും ഇടയാക്കുമെന്നുള്ളത് അതിൻ്റെ ഉത്തരം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ പ്രഭാതവും ആരംഭിക്കേണ്ടത് ദൈവവചനത്തിൽ നിന്നും ആകട്ടെ എന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളോട് ചേർന്ന്, നിങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട്, ചേർന്ന് നിന്ന് വഴി നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് വചനം ജീവിതത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ നമുക്കറിയാം, പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധം സൂക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ്. അപ്പോൾ ഒരുപാട് ദേവാലയങ്ങളിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാണ് എന്ന് നമുക്കറിയാം. പലയിടത്തും ജപമാലയോടുകൂടിയാണ്, ചില ദേവാലയങ്ങളിൽ ആരാധനയോടുകൂടിയാണ് പ്രഭാത പ്രാർത്ഥനകൾ ആരംഭിക്കുക. എന്നാൽ കുറേ ദേവാലയങ്ങളിൽ പ്രഭാത പ്രാർത്ഥന, സപ്ര പ്രാർത്ഥനയോടുകൂടിയാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ, ദേവാലയങ്ങൾ ഉരുവിടുന്ന പ്രഭാത പ്രാർത്ഥനയിൽ 4 സങ്കീർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഉരുവിടുന്നത്. അതിതാണ് 100-ാം സങ്കീർത്തനമാണ് ആദ്യത്തേത്, 2 91-ാം സങ്കീർത്തനമാണ്, 3 104-ാം സങ്കീർത്തനമാണ്, 4 51-ാം സങ്കീർത്തനമാണ്. ഇത് 4-ഉം പ്രാർത്ഥനയുണ്ട്, പശ്ചാത്താപത്തിൻ്റെതുണ്ട്, സ്തുതിയുടെയുണ്ട്, കൃതജ്ഞതയുടെയുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾച്ചേർത്തുകൊണ്ടുള്ള സങ്കീർത്തനങ്ങൾ ചേർന്നതാണ് പ്രഭാത പ്രാർത്ഥന. സപ്ര പ്രാർത്ഥന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. ഇപ്പോൾ ദിവസം എല്ലാ സന്യാസ ഭവനങ്ങളിലും ഈ പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ദിവസവും ആരംഭിക്കുക എന്നുള്ളത് ഒരു ശ്രേഷ്ഠതയാണ്, നമ്മുടെ സഭയുടെ പ്രത്യേകതയാണ്. അതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള 2-3 കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നിതാണ്, ഈശോയുടെ മുഖം കണ്ടുണരുക. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇതാണ്, ഈശോയുടെ മുഖം കണ്ടുണരാൻ, ദൈവസ്വരം കേട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ കടന്നു വന്നുകൊള്ളും. അപ്പോൾ ദൈവമുഖം കണ്ടുണരുക. 2 ഈശോയോട് സംഭാഷണം ചെയ്യുക. അതാണ് നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. 3 ഈശോയുടെ സ്വരം കേൾക്കുക. അതാണ് വചനത്തിലൂടെ ചെയ്യുക. ദൈവസ്വരം കേട്ടുണരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ വചനത്തിലൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, പലരും വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തീർത്തവരുണ്ട്, വീണ്ടും വീണ്ടും വായിച്ചു തീർക്കുന്നവരുമുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വായിച്ച് തീർത്ത് കടന്നു പോകുന്നവരാകാതെ വായിച്ച് ശ്രവിച്ചിരിക്കുന്നവരാകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. വചനത്തിലൂടെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ഇടപെടുന്നത്. ഒരു ദിവസം വിശുദ്ധ കുർബാന നമുക്കറിയാം, 1 മണിക്കൂർ, അരമണിക്കൂർ അത്രയേ ഉള്ളൂ. എന്നാൽ നിരന്തരം ഒരു ദിവസം നമ്മളെ സ്പർശിച്ച് ചേർത്ത് നിർത്തുന്നതും ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നതും ദൈവവചനത്തോടാണ്. അതിനുള്ള മാർഗമാണ് നമ്മുടെ പരിശുദ്ധ ഗ്രന്ഥം. എപ്പോഴും ഇന്ന് നമ്മുടെ മൊബൈലിലാണെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് വായിക്കാനോ ധ്യാനിക്കാനോ ഓർമ്മിക്കാനോ മനസ്സിൽ സൂക്ഷിക്കാനോ ഒക്കെ സാധിക്കത്തക്ക രീതിയിൽ ഇതെല്ലാം അവൈലബിൾ ആണ്.
അപ്പോൾ ഈ നമുക്കറിയാം, മരുന്നിരിക്കുന്ന മുറിയിലൂടെ കടന്നു പോയെന്ന് വിചാരിച്ച് മരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല. എന്നാൽ മരുന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇരിക്കുന്ന മുറിയിൽ നിന്ന് മരുന്നെടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എന്ന് പറഞ്ഞതുപോലെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോവുക എന്നതിനേക്കാൾ ഉപരി വചനം നമ്മിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ ഇടയാക്കുക, അല്ലെങ്കിൽ ഇടവരുത്തുക, സാധ്യതകൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് വചനങ്ങളെല്ലാം വായിച്ച് തീർക്കുക എന്നുള്ളത് എന്നതിനേക്കാൾ ഉപരി വചനം എന്നിലൂടെ കടന്നു പോകാനായിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വചനം വായിച്ചിരിക്കുക എന്ന് പറഞ്ഞത് അച്ഛൻ പങ്കുവച്ചതിൻ്റെ അർത്ഥം. സന്യസ്തരൊക്കെ ചെയ്യുന്നതാണ്. ഒത്തിരി പേര് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ചെയ്യുന്നതാണ്. വചനം വായിച്ച് ധ്യാനിച്ചവിടെ ഇരിക്കും. വായിച്ച് തീർക്കാനായിട്ടാണ് പലരും ബുദ്ധിമുട്ടുന്നത്, തത്രപ്പെടുന്നത്. എന്നാൽ വായിച്ച് തീർക്കുക എന്നതിലുപരി വായിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വചനത്തിന്മേൽ ഇരിക്കുമ്പോൾ ആണ് വചനം ജീവിതത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുക. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വയ്യാത്ത ഒരു രോഗി, പനി ബാധിച്ച അല്ലെങ്കിൽ തലവേദന ബാധിച്ച ഒരു രോഗി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ബാധിച്ച ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആദ്യം ചെയ്യുന്നത് ക്ഷീണിതയാണെങ്കിൽ ഗ്ലൂക്കോസ് കുത്തിയിടും. ആദ്യമേ ചെയ്യുന്നതാണ്. ഗ്ലൂക്കോസ് കുത്തിയിട്ട് കഴിഞ്ഞാലത്തെ പ്രത്യേകത നമുക്കറിയാം, ഈ സിരകളിലൂടെ ധമനികളിലൂടെ ഗ്ലൂക്കോസ് പ്രവഹിക്കുന്നതനുസരിച്ച് ശരീരം ഉന്മേഷവതിയോ ആകും ഒരു വ്യക്തി. അപ്പോൾ ക്ഷീണം മാറിക്കിട്ടും ഈ ഗ്ലൂക്കോസ് ചെല്ലുന്നതനുസരിച്ച്. എന്ന് പറഞ്ഞതുപോലെയാണ് വചനം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഉത്തേജനം ഉണ്ടാക്കും, ഒരു ശക്തി ഉളവാക്കും, ഒരു ഉത്തേജനം നമുക്ക് നൽകും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ സിരകളിലൂടെയും ധമനികളിലൂടെയും വചനം കടന്നു പോകട്ടെ. വചനത്തിലൂടെ ഞാൻ കടന്നു പോകുന്നതിനോടുപരി വചനം എന്നിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ അനുവദിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ തുടക്കത്തിൽ വചനത്തിലൂടെ, ദൈവവചനത്തിലൂടെ ആരംഭിക്കുക എന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചതിൻ്റെ കാരണം, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം എന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെയാണ് ബൈബിൾ പോലും ആരംഭിക്കുന്നത്. എങ്ങനെയാണ്? ആദിയിൽ ദൈവം. അപ്പോൾ ദൈവത്തെ കൊണ്ടാണ് ബൈബിള് പോലും ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ദിവസം ആരംഭിക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കേണ്ടത് ദൈവത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അവിടെ ദൈവവും ദൈവവചനം, ദൈവം തൻ്റെ വചനത്തിലൂടെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളത് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈശോയോട് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈശോയുടെ സ്വരം കേൾക്കാൻ പലപ്പോഴും നമ്മൾ വിമുഖത കാണിക്കുന്നവരാണ്. നമ്മൾ എല്ലാവരും ഇക്കാര്യത്തിൽ മിടുക്കരാണ്, അച്ഛനും നിങ്ങളും എല്ലാവരും. കാരണം വചനം വായിക്കാൻ നമ്മൾ മിടുക്കരാണ്, ഈശോയോട് സംസാരിക്കാൻ നമ്മൾ മിടുക്കരാണ്. പക്ഷേ ഈശോ എന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആ മിടുക്ക് ഞാൻ പലപ്പോഴും കാണിക്കാറില്ല. നമ്മളൊന്ന് ജീവിതത്തിലൊരു തിരുത്ത് വരുത്തേണ്ട ഒരു മേഖലയാണ് എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് വചനത്തിന് മുമ്പിൽ ഇരുന്നാലേ നമുക്ക് നൽകുന്ന പൊരുൾ, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സത്യമാണ്. അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താ? ശാന്തതയാണ്. ശാന്തതയില്ലാത്തൊരു ഹൃദയത്തിന്, ഒരു ജീവിതത്തിന് ഒരിക്കലും വചനത്തിന് മുമ്പിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അടങ്ങിയിരിക്കണം. എങ്കിലേ നമുക്കറിയാം, മുട്ടയ്ക്ക് കോഴി അടയിരുന്നാൽ മാത്രമേ, അതും അടങ്ങിയിരിക്കുകയും ചെയ്യണം. അടയിരുന്നാൽ മാത്രമേ അത് വിരിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വചനത്തിൻ്റെ മീതെ അടക്കിയും നമ്മളെ ഇരുത്തിയില്ലെങ്കിൽ വചനം നമ്മുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കില്ല. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വചനം നമ്മുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചിരിക്കും. ഈ വചനങ്ങൾ ശ്രവിക്കുന്ന പലർക്കും അനുഭവം ഉണ്ടാകും. നമ്മൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചത്, ആവർത്തിച്ചെഴുതി പ്രാർത്ഥിച്ച വചനങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായതും ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചതും ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തിയതുമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളിൽ പലർക്കും പങ്കുവയ്ക്കാനായിട്ടും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് കൂടുതൽ ഒരു ഉത്തേജനം നൽകാൻ വേണ്ടിയിട്ട് അച്ഛൻ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സങ്കീർത്തനം 46:10 പങ്കുവയ്ക്കുന്നതാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അപ്പോൾ വചനം വായിച്ച് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, വചനത്തിന് മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയാനായിട്ടുള്ള മാർഗം. ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള മാർഗം. ഈ വചനത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗം. അതുകൊണ്ട് ശാന്തമാക്കണം തിരുവചനത്തിന് മുമ്പിൽ. അതിന് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മൾക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോയിൽ സ്നേഹിക്കുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നിട്ട് അവസാനം എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കുന്നു. നേരെ വിപരീതമാണ്. അവസാനം വരുമ്പോൾ വിപരീത ദിശയിലാണ് സഞ്ചാരം. അപ്പോൾ ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പലപ്പോഴുമുള്ള ആത്മീയ ജീവിതം. ഇങ്ങനെയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു തിരുത്ത് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുക. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ വചനം ഇപ്രകാരം പങ്കുവയ്ക്കും. പത്രോസ് പ്രധാനാചാര്യൻ്റെ സേവകനോട്ടൊരു വിട്ടുകൊടുത്തു. ഈശോയെ ബന്ധിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനാചാര്യൻ്റെ സേവകൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞെന്നാണ് വചനം പങ്കുവയ്ക്കുക. അപ്പോൾ ഇത് ഈശോ ആഗ്രഹിച്ച കാര്യമല്ല, ദൈവത്തിൻ്റെ ഹിതവുമായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞു, വാൾ അതിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. അതുകൊണ്ട് എന്നിട്ടോ അത് വചനം പത്രോസിനോട് പങ്കുവച്ച ശേഷം ഈശോ ചെയ്തത് എന്താ? ഈശോ അവനെ തൊട്ട് സുഖപ്പെടുത്തി വിട്ടു. ഇതാണ്. അപ്പോൾ തന്നിഷ്ടം കാണിച്ച പത്രോസ്, അതല്ല, ദൈവേഷ്ടം പ്രവർത്തിക്കേണ്ടവനായിരുന്നു പത്രോസ്. അവിടെയാണ് പത്രോസിൻ്റെ തെറ്റ് പറ്റിയത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പത്രോസ് ഇതാ പ്രാർത്ഥിച്ചവനാണ്, ഈശോയിൽ വിശ്വസിച്ചവനാണ്, ഈശോയോട് കൂടെ നടന്നവനാണ്, ചേർന്നിരുന്നവനാണ്, വചനം കേട്ടവനാണ്. പക്ഷേ അവസാനം തന്നിഷ്ടം പ്രവർത്തിച്ചു. അത് പങ്കുവയ്ക്കാൻ വേണ്ടി ഉദാഹരണം പങ്കുവച്ചതാണ്. അവൻ പറയുന്നത് വചനത്തിലൂടെ ശ്രവിച്ചാലേ യഥാർത്ഥത്തിൽ ഹിതം തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. അവൻ പറയുന്നത് വചനത്തിലൂടെ ശ്രവിച്ചാലേ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വചനം ഇപ്രകാരം നമ്മളോട് പങ്കുവയ്ക്കും. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. ഈശോ പറഞ്ഞതാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും എന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. അപ്പോൾ അന്ന് പറഞ്ഞാൽ ഇതാണ്, വചനത്തിന് മുമ്പിൽ ഇരിക്കും, വചനം ശ്രവിക്കും, വചനം ഗ്രഹിക്കും, വചനത്തിന് മുമ്പിലിരിക്കും, വചനം മനനം ചെയ്യും, വചനം അവസാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുള്ള ഇടം നൽകും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ വചനം ജീവിതത്തിൽ ഏറ്റെടുത്ത് മനനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഈശോ പറഞ്ഞേക്കുന്നതാണ്, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ വചനം ശുദ്ധീകരിക്കും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഈ വചനത്തെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ വചനം തന്നെ ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കാനായിട്ടിടയാകും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വചനത്തിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് പല ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയും പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഈ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്നുള്ളത് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ ജോബ് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ്, ദൈവത്തിൻ്റെ സ്വരം കേട്ട ജോബ് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു, അവിടുത്തെ സാന്നിധ്യം ഞാൻ കണ്ടു, അവിടുത്തെ വിശുദ്ധി ഞാൻ അറിഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. കാരണം എന്താ? ഈ പരിശുദ്ധിയുടെ മുമ്പിൽ, ഈ ശക്തിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ അശുദ്ധനാണ്, ശുദ്ധി കുറഞ്ഞവനാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു എന്ന് ജോബ് പറഞ്ഞ് പരിതപിക്കുന്ന ഒരു വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എങ്ങനെയാണ്? ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന പാപിനിയ സ്ത്രീ ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോയുടെ പാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധതൈലം പൂശിയ സ്ത്രീ, യഥാർത്ഥത്തിൽ അവളുടെ അവസ്ഥ എന്താ? അവൻ്റെ സാന്നിധ്യം അവളുടെ ജീവിതത്തിൽ അനുതാപക്കണ്ണീര് ഉതിർക്കാനായിട്ടിടയാക്കി. സാന്നിധ്യം, അതാണ് വചന സാന്നിധ്യമാണ്. വചന സാന്നിധ്യം അനുതാപത്തിലേക്ക് മനുഷ്യനെ നയിക്കും. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, സക്കേവൂസ് ഈശോയുടെ വചനത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും വചനത്തിൻ്റെയും മുമ്പിൽ നിന്ന സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടു, വചനം ഇടപെട്ടു, അവനിൽ അനുതാപം ഉളവാക്കി. അനുതാപത്തിൻ്റെ ചലനം അവനിൽ സൃഷ്ടിക്കാനായിട്ട് വചനം ഇടയാക്കി എന്ന് നമ്മൾ അങ്ങനെ 19-ാമത്തെ അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ കിടന്ന ഈശോ ഒരു വശത്ത്, കുരിശിൽ കിടന്ന കള്ളൻ മറുവശത്ത്. കുരിശിൽ കിടന്ന കള്ളനിൽ കുരിശിൽ കിടന്ന ഈശോയുടെ സാന്നിധ്യം, അവൻ കുരിശിൽ കിടന്നുകൊണ്ട് മുഴഞ്ഞ വചനം ഇവനിൽ ചലനം ഉളവാക്കി. അതുകൊണ്ട് അനുതാപത്തിൻ്റെ ഒരു ചലനം ഈ കള്ളനിൽ ഉളവാക്കാനായിട്ടിടയായി എന്ന് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരിശുദ്ധി എൻ്റെ അശുദ്ധിയെ തിരിച്ചറിയാനായിട്ടിടയാക്കും. ഈശോയുടെ പരിശുദ്ധിയുടെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലാണ് എൻ്റെ അശുദ്ധി വെളിവാക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ, കർത്താവിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലാണ് എൻ്റെ അശുദ്ധി എനിക്ക് ബോധ്യമാവുകയുള്ളൂ എന്നൊരു സത്യം. അത് വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോധ്യമാക്കപ്പെടുത്തുന്ന, വചനം ചലനം സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണത്. അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ
ആ പരിശുദ്ധി എന്നിലെ അശുദ്ധി എനിക്ക് ബോധ്യപ്പെടുത്തി തരും. ഈ തിരിച്ചറിവിലേക്ക് ഈ വചനം നമ്മളെ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ചെറിയ പ്രകാശത്തെ ഒക്കെ നോക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ചെറിയ ബൾബ്, കത്തുന്ന ബൾബ്, ട്യൂബ്, പുറത്തുള്ള മറ്റ് ലൈറ്റുകൾ, കത്തിച്ച് വെച്ചിരിക്കുന്ന തിരി, വിളക്ക്, ഇതിലൊക്കെ നോക്കാനായിട്ട് എളുപ്പമാണ്. ചെറിയ പ്രകാശത്തിൽ നോക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ വലിയ പ്രകാശത്തിൽ സൂര്യനെ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതുപോലെ ശക്തിയേറിയ പ്രഭയെ നമുക്ക് നോക്കാൻ, പ്രകാശത്തെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സൂര്യനെ നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഒറ്റ നോട്ടം നോക്കുകയുള്ളൂ, പിന്നെ പെട്ടെന്ന് നമ്മൾ കണ്ണു വെട്ടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് കർത്താവിൻ്റെ പരിശുദ്ധിയെ നമുക്ക് കാണാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ അശുദ്ധി എന്നെ സമ്മതിക്കില്ല. എന്നിലുള്ള അശുദ്ധി ഈ വലിയ പരിശുദ്ധിയെ ദർശിക്കാൻ സമ്മതിക്കത്തില്ല. പെട്ടെന്ന് കണ്ണു വെട്ടിച്ചു പോകും. അപ്പോൾ ഇതാണ്, അതുപോലെ പരിശുദ്ധിയായി ഞാൻ ജീവിച്ചാൽ മാത്രമേ എനിക്ക് ഈ പരമപരിശുദ്ധിയെ എനിക്കും ഇമവെട്ടാതെ നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊരു വശമുണ്ട്. ഇതൊക്കെ ആത്മീയതയുടെ അങ്ങേയറ്റത്തെ ഒരു പടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനും അച്ഛനും ഇതിലേക്കൊക്കെ വളരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വചനങ്ങൾ, 1, 2, 3 വചനങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഇങ്ങനെയാണ്. ഈ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ തിരിച്ചറിയാണ്, ഞാൻ നശിച്ചു. കാരണം ഞാൻ അശുദ്ധനാണ്. എൻ്റെ അശുദ്ധി, ആ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അശുദ്ധി തിരിച്ചറിഞ്ഞു. ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഈ പരിശുദ്ധി എന്നെ ആവരണം ചെയ്തു. അതാണ് ഏറ്റുപറയുകയാണ്, ഈ യെശയ്യാ പ്രവാചകൻ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടവരെല്ലാം തങ്ങളെ തന്നെ പരിശുദ്ധരാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അവരാണ് വിശുദ്ധർ. ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടവരെല്ലാം തങ്ങളെ തന്നെ പരിശുദ്ധരാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് ജീവിതത്തിലുടനീളം. ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടവരൊന്നും ജീവിതത്തിൽ പിന്മാറിയിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധി യഥാർത്ഥത്തിൽ ദർശിച്ചവർ, കണ്ടവരാരും തങ്ങൾ പഴയ ജീവിതത്തിലേക്ക് പോകാനായിട്ടിടയായിട്ടില്ല, പിന്മാറിയിട്ടില്ല. മാത്രമല്ല തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടവരെല്ലാം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് വിശുദ്ധർ, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിച്ചിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. ഇതാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ പിന്നീട് പങ്കുവയ്ക്കുന്നൊരു കാര്യമുണ്ട് 6-ാമത്തെ അധ്യായത്തിൽ. ദൈവത്തെ നോക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന മാലാഖയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. മുഖം മറച്ച നിലയിലാണ് കാണുക. അപ്പോൾ പരിശുദ്ധൻ എന്ന ഗീതം ഉദ്ഘോഷിക്കുന്നതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് എന്നുണ്ട്. ആ പരിശുദ്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പരിശുദ്ധൻ അല്ലാതെ ഒന്നും ഉരുവിടാതിരിക്കാനാവില്ല, മറ്റൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ തമ്പുരാനെ ദർശിക്കുന്നവർക്ക് എപ്പോഴും പരിശുദ്ധൻ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുമെന്ന് സ്വർഗദർശനത്തെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കറിയാം, പരിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, പരിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. പരിശുദ്ധിയെക്കുറിച്ചുള്ള ധ്യാനം നമ്മൾ സൂക്ഷിക്കണം. നമുക്കറിയാം, മദർ തെരേസ കരുണയുടെ വചനങ്ങൾ ധ്യാനിച്ചവളാണ്. അതുകൊണ്ടാണ് ഈശോയുടെ പരിശുദ്ധിയെ തൻ്റെ കരുണയിലൂടെ ചാദിച്ച് പങ്കുവയ്ക്കാനായിട്ടിടയാക്കിയത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചത്, മദർ തെരേസയുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചതാണ് കർത്താവിൻ്റെ കരുണയുടെ വചനങ്ങളാണ്. അച്ഛൻ മുമ്പ് പങ്കുവച്ചായിരുന്നു, വചനം ചലനം സൃഷ്ടിക്കും ജീവിതത്തിൽ. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചത് ഈശോയുടെ കരുണയുടെ വചനങ്ങളെല്ലാമാണ്. അതുപോലെ വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചത് റോമാലേഖനം 13:13 13-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനമാണ് ഈ ആഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അടിമുടി ചലനം സൃഷ്ടിക്കാനായിട്ടിടയായത്. ഇതാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് വെടിയാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. പകലിന് യോജിച്ച വിധത്തിൽ നമുക്ക് പെരുമാറാം. ക്രിസ്തുവിനെ ധരിക്കാം. ഈ വചനമാണ് അഗസ്തീനോസിനെ വിശുദ്ധ അഗസ്തീനോസാക്കി മാറ്റാനായിട്ടിടയായത്. ഏകദേശം 15 വർഷത്തോളം, 14 വയസ്സ് മുതൽ 15 വർഷത്തോളം ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകൾക്കും അടിപ്പെട്ടു പോയ ഈ അഗസ്തീനോസിനെ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, മോനിക്ക പുണ്യവതിയുടെ ഏകദേശം 14 വർഷത്തോളമുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒരു വശത്ത്, അതുപോലെ അവസാനം ഈ വചനമാണ്, റോമ 13:13. ഈ വചനമാണ് അവന് ജീവിതത്തിൽ ചലനം സൃഷ്ടിച്ചത്, അടിമുടി മാറ്റിയത്. ഇന്ന് സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനാണ്, പണ്ഡിതനാണ്. ഒത്തിരി
ദൈവശാസ്ത്ര പഠനങ്ങൾ ഇന്ന് വൈദികർ പഠിക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന പല കാര്യങ്ങളും പങ്കുവച്ചേക്കുന്നത് ഈ വിശുദ്ധ അഗസ്തീനോസാണ്. അപ്പോൾ ഈ പരിശുദ്ധിയിലേക്ക് അടുക്കാനായിട്ടുള്ള മാർഗമാണ് ഈ വചനം ചലനം സൃഷ്ടിക്കുമെന്ന് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധി കണ്ടു നിന്നവർ ഒരിക്കലും പിന്നീട് പിന്തിരിഞ്ഞിട്ടില്ല എന്നൊരു സത്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കുന്ന, പരിശുദ്ധിയെ ദർശിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് അശുദ്ധിയിലേക്ക് പിന്തിരിയാനായിട്ട് പിന്നെ പറ്റത്തില്ല. അശുദ്ധിയിലേക്ക് പിന്മാറാനായിട്ടോ പറ്റത്തില്ല. അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. അതായത് അശുദ്ധമായ നോട്ടം, അശുദ്ധമായ കേൾവി, അശുദ്ധമായ സ്പർശം, അതുപോലെ അശുദ്ധമായ കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ടുള്ള ത്വര അല്ലെങ്കിൽ വെമ്പൽ കൊള്ളൽ, ഇവയിലേക്കുള്ള ചായ്വ്, അതുപോലെ ലഹരിക്ക് അടിമയാകാനായിട്ടുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, അവയോടുള്ള ബന്ധം, അമിതമായിട്ടുള്ള മമത, മോശമായിട്ടുള്ള കൂട്ടുകെട്ട്, ഇതിലേക്കൊന്നും പോകാനായിട്ട് ഒരിക്കലും വചനം നിർബന്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, തടസ്സം നിൽക്കും. വചനം തടസ്സം നിൽക്കും. അതാണ് അച്ഛൻ പറഞ്ഞു വച്ചത്. വചനം ചലനം സൃഷ്ടിക്കുന്നു. പലപ്പോഴും വചനം തടസ്സം നിർത്തും. അതാണ് തിന്മയിലേക്ക് ചായാനുള്ള പ്രവണതകളിൽ നിന്നും വചനം തടസ്സപ്പെടുത്തും. അങ്ങനെ ഒരു വശമുണ്ട്. അപ്പോൾ വചനത്തിൻ്റെ കൂട്ടുപിടിക്കുക, വചനവുമായിട്ട് കൂട്ടുകെട്ട് സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുടുംബജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തോട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് മക്കളെ പഠിപ്പിച്ചോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വചനത്തോട് ചേർത്ത് നിർത്തിയാണോ എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വചനത്തിൽ ഞാൻ എത്രമാത്രം ആഴപ്പെട്ടിട്ടുണ്ട്, വചനത്തോട് ഞാൻ എത്രമാത്രം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇടപെടാൻ, വചനവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാൻ, വചനവുമായിട്ടുള്ള ഇടപാട് നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നും വചനം നമ്മളെ ഓർമ്മപ്പെടുന്നുണ്ട്. അപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് തന്നെയാണ്. അതിനുള്ള മാർഗം എന്താണ്? വചനമാണ്. വചനവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും അതിൽ നിന്നും പിന്തിരിയാനായിട്ട് ഒരിക്കലും ഇടയാക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ തിരിച്ചറിയുന്നവർക്ക് ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും അകന്നിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ തിരിച്ചറിയുന്നവർക്ക് ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും അകന്നിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊരു വശമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വചനം നമ്മളെ ശുദ്ധിയുള്ളവരാക്കും എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. വചനം നമ്മളെ ശുദ്ധിയുള്ളവരാക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമാണ് പങ്കുവയ്ക്കുക, വചനം നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കും. ഈ വചനം നമ്മളെ ഓരോരുത്തരും ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് വചനത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ നമുക്ക് തന്നെ ശിരസ് നമിക്കാനായിട്ട് പറ്റട്ടെ. വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയും വചനം നമ്മളെ അഭിഷേകം ചെയ്യുകയും വചനം നമ്മളെ അനുധാവനം ചെയ്യുകയും ചെയ്യുക വഴി നമ്മൾ ഒന്ന് നിന്നു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വചനത്തിന് വിധേയപ്പെട്ടു കൊടുത്താൽ മതി. വചനം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചലനം സൃഷ്ടിക്കും. അങ്ങനെ വലിയ ചലനം സൃഷ്ടിക്കപ്പെട്ട മക്കളായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, ദാഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണെന്ന് പങ്കുവച്ച സങ്കീർത്തകനെ പോലെ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാക്കണമേ. ആമേൻ.